ഞാൻ അവിടെ എല്ലാം BJP ചേർന്നൊക്കെ പറഞ്ഞു. ആ BJP രാഷ്ട്രീയം പോവാറുണ്ട്. പിന്നെ കഴിഞ്ഞ മാസം ഞാൻ മുരിക്കാശ്ശേരി പേരണം അവരുടെ പരിപാടിക്ക് പേരൊന്നും കൊടുത്തില്ല, 1 നമ്പരൊക്കെ കൊടുത്തു. ഞാൻ ഇറങ്ങിയപ്പോഴേ പറഞ്ഞോട്ടോ ഞാൻ BJPയിലും കോൺഗ്രസിലും പോകാറുണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ വിളിച്ചു വെച്ചല്ല അന്നും പറഞ്ഞത്, ഇന്നും പറയണം. ഇനി ഞാൻ കോൺഗ്രസിൽ പോയാല, ഇനി പോവില്ല, എന്ത് മതിയായി. എൻ്റെ വീട്ടിലേ ആ കയറിക്കൊണ്ട് ഞങ്ങൾ വിളിച്ചില്ല. എത്ര തെണ്ടിയാലും അവർക്കൊന്ന് കയറി വരാം. അവർ പണത്ത് കാണിക്കുക, അവർക്കൊന്ന് വന്നേനെ. ഈ എന്താണ് ഈ ജിസ് മുഖേന എത്ര പേര് ഈ കോൺഗ്രസിൽ നിന്ന് പറയാം. ആ ചെത്തുവട്ട സംഖ്യ പോയി. ഇവൻ സോമനെ ഇവിടെ ചെയ്ത് അവൻ വരെ എന്തോരും കുടുംബങ്ങൾ എത്ര എണ്ണത്തിൻ്റെ കാറ്റ് കളഞ്ഞ് അവനാന്ന് സോമൻ. അത് പാർട്ടിക്കാർ രക്ഷിച്ചെങ്കിലും ഉണ്ടല്ലോ, ദൈവം അവനെ എത്ര പൂച്ച. അപ്പം സുധാകരനെ പൂച്ച വീണമെന്നും പറഞ്ഞ് അവർ എന്തോരം പ്രശ്നങ്ങളുണ്ടാക്കി. ഇവര് സുധാകരൻ മാറിയാതെ എന്തെല്ലാം വിഷയം കോൺഗ്രസ്സുകാരുണ്ടാക്കി. അങ്ങനെ എത്ര പൂച്ച. സോമരാജ് പൂച്ച കഴിയിക്കുക ബസ് സ്റ്റാൻഡ്. ഇന്നും കോൺഗ്രസിൻ്റെ കയ്യിലാണ്, സോമരാജൻ്റെ കയ്യിലാണ്. ആ പട്ടാള കമാൻഡർ മാപ്പാനിയുടെ സ്ഥലം കാട്ടിക്കൊടുത്തു. 30 ലക്ഷം മേടിച്ചു. ലാസ്റ്റ് ഒരു കമ്മിറ്റി വെച്ചു. 1, 2, 3 ആക്കിയില്ല, ചാരം പോലെ ആക്കി. തവിട് പൊടിയാക്കി കമ്മിറ്റി വെച്ച്. കരോട്ട തിയേറ്ററിൻ്റെ പുറത്ത് ചാടിച്ച് ചേർത്ത് തവിട് അതിനൊക്കൊന്നില്ലേ സോമരാജ്. അപ്പം ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് ഞാൻ കൊടുക്കാം. കോൺഗ്രസ് ചെയ്തത് പൂച്ചല്ല, വലിയ പട്ടിനെയും കൊന്നിട്ടുണ്ട്. ഇവിടുത്തെ വലിയ സോമരാജ്. ഇവിടുത്തെ നെഹ്റുവായിരുന്നു അടിമാലിലെ സോമരാജ്. എത്ര കുടുംബം ഇല്ലാതെയാക്കിയ സോമരാജെന്നറിയാവോ? അതൊക്കെ എനിക്കറിയാം. അറിയാൻ പാടില്ലാത്തൊരിത്തിരി വരുന്നത് അറിയാൻ പാടില്ലാത്ത മനസ്സിലാക്കാൻ ഞാൻ ഇറപ്പും പ്രാവശ്യം. ഒരു പൂച്ചയല്ലാതെ എൻ്റെ വീട്ടിൽ ഒരു പൂച്ചയായി. കോൺഗ്രസിൻ്റെ ഓഫീസിൽ 10 പൂച്ചയായി. ഇഷ്ടംപോലെ പൂച്ചയായി. ഇഷ്ടംപോലെ പൂച്ച ചാടിയിട്ടുണ്ട്. ഒരു പൂച്ചയല്ല, ഒത്തിരി പൂച്ച ചാടിയിട്ടുണ്ട്. പട്ടിയും ചാടിയിട്ടുണ്ട്. പൂച്ച തന്നെയല്ല, പട്ടിയും ചാടി. എന്തിനായിക്കണേ? ഞാൻ എന്തിനായിരിക്കുന്നവരുടെ ഇതാ വേണം. അയാൾ പിണറായിയുടെ കീഴില്ല. വാങ്ങിക്കണം കേസിച്ച്. ആ കോൺഗ്രസിലെ വലിയ അടക്കന്മാരെ വാങ്ങിക്കുന്നില്ല എന്നെങ്കിൽ ഇവർ അന്വേഷിക്കണമായിരുന്നു ഈ വൃത്തിയോട് കാട്ടിയപ്പോൾ. ഈ ഇവനെ ഉണ്ടല്ലോ ഈസ് തുടങ്ങിയിട്ട് കാലങ്ങളായി. അവർ മര്യാദയ്ക്ക് നടത്തണം, മര്യാദയ്ക്ക്. ആ പൂച്ചയാണെങ്കിൽ പിന്നെ എന്നാ പറയുന്നത്? ആ പൂച്ചനെ അന്നേരം ഒന്ന് എടുക്കട്ടെ, അല്ലാത്ത എന്നാ പറയാതിരിക്കും. പൂച്ചനെ എടുത്ത് കളയേണ്ട കടമയുണ്ടല്ലോ, വെള്ളം കുടിക്കണ്ടേ? ആ പൂച്ചനെ അങ്ങനെ എടുത്ത് കളയട്ടെ. എനിക്ക് അങ്ങനെയാണ് പറയാനുള്ളത്. പൂച്ചനെ അങ്ങനെ എടുത്ത് കളയണം, പൂച്ച അയാളെ കളയണ്ടേ. ഞാൻ പറഞ്ഞാൽ ഈ സതീശൻ വന്നേണ്ട ഇത് അവർ പണിതാണ്. ഈ ഈസിൻ്റെ വീട്ടിൽ വന്ന് തീറ്റോടി കഴിഞ്ഞാൽ ആ വഴിക്ക് പോയിട്ട് കാരണമല്ല 100 ആൾ കൂടി ഇരിക്കുക. എന്നോട് ആൾക്കാരെ വിളിച്ചുകൊണ്ട് ഈസിൻ്റെ വീട്ടിലേക്ക് അല്ലാന്നാ പറഞ്ഞത്. ഈസ് സതീശനും അത് ശരിയാണോ? പൂച്ച എഴുതിയായിട്ടാണോ സതീശൻ വരാഞ്ഞേ? പൂച്ച എഴുതിയിട്ടാണോ സതീശൻ വരാതെ പോയത്? അങ്ങനെ പറയണം. പിന്നെ സുധാകരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. മനസ്സിലായോ? പൂച്ച പാട്ടുകാരെ